നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടൻ തകർന്ന് തരിപ്പണമാകുന്നു. സാമ്പത്തികമായും സാമൂഹികമായും തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിയിൽ മുങ്ങി രാജ്യം. രാജ്യത്ത് ഇന്ന് ജീവിക്കാൻ ഭയമാകുന്നുവെന്ന് മുൻ ടോറി ചാൻസലർ നദീം സഹാബി. 14 വർഷക്കാലത്തെ കൺസർവേറ്റീവ് ഭരണവും ഇപ്പോഴത്തെ ലേബർ ഭരണവും രാജ്യത്തെ തകർത്തു എന്നും ആരോപണം. UK-യിൽ വിസ റൂട്ടുകൾ ദുരുപയോഗം ചെയ്ത് കുടിയേറ്റക്കാർ. വിസ റൂട്ടുകൾ ദുരുപയോഗം ചെയ്യുന്നത് നിയമാനുസൃതം എത്തുന്നവർക്കും വെല്ലുവിളിയാകും. ഹെൽത്ത് കെയർ വർക്കർ വിസ സ്കീമുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതായും ആരോപണം. അന്വേഷണം വ്യാപകമാക്കി സർക്കാർ. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വീണ്ടും ഒരു നിരക്കിളവ് പ്രഖ്യാപിക്കുമോ എന്ന ആകാംക്ഷയിൽ രാജ്യം. HSBC, ബാർക്ലേസ്, ഹാലിഫാക്സ് എന്നീ ബാങ്കുകൾ 3.5% നിരക്കിൽ വായ്പ നൽകി. 4 തവണ നിരക്കിളവ് നൽകിയ സാഹചര്യത്തിൽ ഈ വർഷം ആ വേഗതയിൽ പലിശ നിരക്ക് കുറയാനുള്ള സാധ്യതയില്ല. നിരക്കിളവ് പ്രഖ്യാപനം 50-50 ചാൻസ് എന്ന് സാമ്പത്തിക വിദഗ്ധർ. വീണ്ടും തീരുവ ഭീഷണിയുമായി ട്രംപ്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് 25% അധിക തീരുവ. വ്യാപാര രംഗത്തും ഇറാനെതിരെ കടുത്ത സമ്മർദ്ദം ഉയർത്തി ട്രംപ്. ഇറാനെ US സമ്മർദ്ദത്തിലാക്കിയത് ജനകീയ പ്രക്ഷോഭം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറിയ സാഹചര്യത്തിൽ ഇറാനെതിരെ വ്യോമാക്രമണത്തിന് US തയ്യാറെടുക്കുന്നതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിച്ച്. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഫെഡറൽ ഭരണകൂടത്തിനെതിരെ കോടതിയെ സമീപിച്ച് മിന്നസോട്ട സർക്കാർ. നടപടി മിന്നസോട്ട സംസ്ഥാനത്തേക്ക് ആയിരക്കണക്കിന് കുടിയേറ്റ വകുപ്പ് ഏജന്റുമാരെ വിന്യസിച്ചതിനെതിരെ. ട്രംപിന്റെ നടപടി സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കുന്ന ഫെഡറൽ അധിനിവേശമെന്ന് ആരോപണം. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പദ്ധതിയിൽ വൻ ക്രമക്കേട്. PMKVY പ്രകാരം ഫണ്ട് വിതരണം ചെയ്തതിൽ ആയിരക്കണക്കിന് കോടിയുടെ അഴിമതി നടന്നതായി കോൺഗ്രസ്. നിഷ്പക്ഷ ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ആവശ്യം ശക്തം. തട്ടിപ്പിലൂടെ വകമാറ്റി അഴിമതി നടത്തിയത് നികുതിദായകരുടെയും യുവാക്കളുടെയും പണമെന്നും കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി. കോടതി പരിസരത്ത് വൻ പ്രതിഷേധം. മുദ്രാവാക്യം ഉയർത്തി പാർട്ടി പ്രവർത്തകർ. ജനുവരി 15 വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ തുടരും. രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 16. വാർത്തകൾ വിശദമായി. ബ്രിട്ടൻ തകരുകയാണ്. സാമ്പത്തികമായും സാമൂഹികമായും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണി രാജ്യം മുഴുവൻ ശക്തമാകുന്നു. മുൻ ടോറി ചാൻസലർ നദീം സഹാബിയുടെ വാക്കുകളാണിത്. ബിസിനസ്സുകാരൻ കൂടിയായ ഇറാഖി വംശജൻ പറയുന്നത് ഒരിക്കൽ താൻ കൂടി ചേർന്ന് ഭരിച്ച രാജ്യത്ത് ഇന്ന് ജീവിക്കാൻ ഭയമാകുന്നു എന്നാണ്. വ്യത്യസ്ത പ്രധാനമന്ത്രിമാരുടെ കീഴിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ഈ 58-കാരൻ റിഫോം UK-യിലേക്ക് ചേക്കേറുന്ന ഏറ്റവും പ്രബലനായ കൺസർവേറ്റീവ് പാർട്ടി നേതാവായി മാറിയിരിക്കുകയാണ്. കോവിഡ് കാലത്ത് ബോറിസ് ജോൺസന്റെ മന്ത്രിസഭയിൽ വാക്സിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്ന അദ്ദേഹം പിന്നീട് ഒരു ഹ്രസ്വകാലത്തേക്ക് ചാൻസലറുമായിട്ടുണ്ട്. പിന്നീട് കൺസർവേറ്റീവ് പാർട്ടി ചെയർമാൻ ആയിരിക്കുമ്പോൾ ഉയർന്നു വന്ന നികുതി ആരോപണത്തിന്റെ പേരിൽ ആ സ്ഥാനം രാജിവെക്കേണ്ടതായും വന്നു. രാജ്യത്തിന് രക്ഷപ്പെടാനുള്ള അവസാന അവസരമാണ് ഇപ്പോൾ ഉള്ളതെന്നും നൈജൽ ഫരാജ് പ്രധാനമന്ത്രിയാകേണ്ടത് ബ്രിട്ടന്റെ ആവശ്യമാണ് എന്നുമാണ് പാർട്ടി മാറുന്നതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത്. 14 വർഷക്കാലത്തെ കൺസർവേറ്റീവ് ഭരണവും ഇപ്പോഴത്തെ ലേബർ ഭരണവും രാജ്യത്തെ തകർത്തുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഒരു പ്രവർത്തനവും നടക്കുന്നില്ല, വളർച്ച മുരടിക്കുന്നു, തെരുവുകളിൽ കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോൾ അനധികൃത അഭയാർത്ഥികളുടെ കുത്തൊഴുക്കാണ് ബ്രിട്ടനിലേക്കെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റേതൊരു രാജ്യത്താണെങ്കിലും ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ പകുതിയിലധികം മന്ത്രിമാർക്ക് പകരം സ്ഥാനം കൈയടക്കാനും അതുവഴി പാർലമെന്റിലെത്താനും ഇസ്ലാമിക തീവ്രവാദികൾ ഒരുക്കങ്ങൾ നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. എന്നാൽ പ്രഭുസഭയിലേക്ക് ഒരു സീറ്റ് നൽകണമെന്ന് നദീം സഹാബി നിരവധി തവണ അഭ്യർത്ഥിച്ചിരുന്നുവെന്നും അത് നടക്കാതെ വന്നതോടെയാണ് റിഫോമിലേക്ക് ചേക്കേറിയതെന്നുമാണ് കൺസർവേറ്റീവ് വൃത്തങ്ങൾ ആരോപിക്കുന്നത്. നികുതിയുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ മറവിൽ ചെയർമാൻ പദം രാജിവെച്ചൊഴിയേണ്ടി വന്ന വ്യക്തിയെ പ്രഭുസഭയിലേക്ക് അയക്കാൻ കഴിയില്ല എന്ന നിലപാടിലായിരുന്നു പാർട്ടി സ്വീകരിച്ചതെന്നും അവർ പറയുന്നു. അങ്ങനെ ഒരു വ്യക്തിയെ സ്വീകരിച്ചത് വഴി ജനങ്ങൾക്ക് അനഭിമതരായ രാഷ്ട്രീയ നേതാക്കൾക്കുള്ള കൂടാരമാണ് റിഫോം UK എന്ന് തെളിഞ്ഞതായും കൺസർവേറ്റീവ് വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മന്ത്രിമാരുടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയ തുടർന്ന് 2023 പാർട്ടി ചെയർമാൻ സ്ഥാനം രാജിവെക്കാൻ സഹാബി നിർബന്ധിതനാവുകയായിരുന്നു. പിന്നീട് ഈ വിഷയം പരിഹരിക്കുന്നതിനായി HMRCക്ക് 5 മില്യൺ പൗണ്ട് പിഴ അടച്ചതായി അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ചില കുടിയേറ്റക്കാർക്ക് വിസ റൂട്ടുകൾ ദുരുപയോഗം ചെയ്യുന്നത് നിയമാനുസൃതം എത്തുന്നവർക്കും വെല്ലുവിളിയാകും. കെയർ വർക്കർ വിസ കുടിയേറ്റക്കാരുടെ ഒഴുക്കിന് തടസ്സം വന്നതോടെ NHS വിസ റൂട്ടിൽ വ്യാപക ദുരുപയോഗം അരങ്ങേറിയതായാണ് റിപ്പോർട്ട്. ഇക്കാര്യത്തിൽ വ്യാപകമായ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. അത് മാന്യമായി എത്തുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കെയർ വർക്കറായ ബ്രിട്ടനിലെത്തിയ ബംഗ്ലാദേശി പൗരൻ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ കറി വിളമ്പുന്ന വ്യക്തിയായി ചെന്നപ്പെട്ടതാണ് അന്വേഷണത്തിന് വഴിയൊരുക്കിയത്. 2023 ഹെൽത്ത് കെയർ വിസയിലെത്തിയ 26-കാരൻ ഇജാജ് അബിദ് റെഡ്വാൻ ചെഷയറിലെ ജുനൂൺ ഇന്ത്യൻ റെസ്റ്റോറന്റിൽ ജോലി ചെയ്യുന്നതായാണ് ഹോം ഓഫീസ് ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയത്. തൊട്ടടുത്തുള്ള കാരവാനിലായിരുന്നു ഇയാളുടെ താമസം. ഹിതോയുടെ വിസ പിൻവലിച്ച നടപടി കോടതിയിലെത്തിയെങ്കിലും കേസ് വിജയിച്ചില്ല. ഇതോടെയാണ് ഹെൽത്ത് കെയർ വർക്കർ വിസ സ്കീമുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതായുള്ള ആരോപണം ശക്തമായത്.
കെയർ വർക്കർമാരായി ജോലി ചെയ്യാൻ ഉദ്ദേശമില്ലാത്ത ബ്രിട്ടനിൽ എങ്ങനെയെങ്കിലും പ്രവേശിക്കാൻ ആഗ്രഹിച്ചവർ ഇത് ചൂഷണം ചെയ്തു എന്നാണ് എംപിമാർ പരാതിപ്പെടുന്നത്. 2020 ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ തുടങ്ങിയ ശേഷം 7,60,000-ലേറെ വിദേശ പൗരന്മാർ ഡിപെൻഡൻസ് ഉൾപ്പെടെ ഇത് ഉപയോഗിച്ചു. ജൂലൈയിൽ വിസ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചതോടെ വിദേശ പൗരന്മാർക്ക് കെയർ വിസ നൽകുന്നത് അവസാനിപ്പിച്ചിരുന്നു. വൻതോതിൽ ഫീസ് വാങ്ങിയ കെയർ വിസ നേടിക്കൊടുത്ത ശേഷം ബ്രിട്ടനിലെത്തുന്ന വിദേശ പൗരന്മാർക്ക് ജോലി ലഭിക്കാത്തതും ചൂഷണത്തിനിരയാക്കുന്നതുമായ നിരവധി സംഭവങ്ങൾ പുറത്തുവന്നതോടെയായിരുന്നു നടപടി. ഡിസംബറിൽ 0.5% പലിശ നിരക്ക് ഇളവ് നൽകി 3.75% ബാങ്ക് പലിശ എത്തിച്ച ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഫെബ്രുവരി ആദ്യ ആഴ്ചത്തെ യോഗത്തിൽ വീണ്ടും ഒരു നിരക്കിളവ് പ്രഖ്യാപിക്കുമോ? നിലവിലെ സാഹചര്യത്തിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാനാകാത്ത വിധം 50-50 ചാൻസ് ആണ് സാമ്പത്തിക ലോകത്തിന്റെ വിലയിരുത്തൽ. സാധ്യതകൾ എങ്ങനെ വേണമെങ്കിലും ആകാമെന്നിരിക്കെ 3 പ്രമുഖ ബാങ്കുകൾ നിരക്കിളവിന്റെ സൂചന നൽകി 3.5% നിരക്കിൽ വായ്പ നൽകുമെന്ന് അറിയിച്ച സാഹചര്യത്തിൽ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളും ആ വഴിയെ നീങ്ങാൻ സാധ്യത ഏറെയാണ്. HSBC, ബാർക്ലേസ്, ഹാലിഫാക്സ് എന്നീ പ്രമുഖ ബാങ്കുകൾ തന്നെ 3.5% നിരക്കിൽ പ്രൊഡക്റ്റുകൾ പ്രഖ്യാപിച്ചതോടെ രാജ്യം സാമ്പത്തിക മുരടിപ്പിനെ നേരിടുകയാണെങ്കിലും മോർട്ട്ഗേജ് വിപണിയിൽ ഒരു മത്സര സാധ്യതയാണ് തെളിയുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം 4 തവണ നിരക്കിളവ് നൽകിയ സാഹചര്യത്തിൽ ഈ വർഷം ആ വേഗതയിൽ പലിശ നിരക്ക് കുറയാനുള്ള സാധ്യത വിരളമാണെന്നാണ് വിപണിയിൽ ഇപ്പോൾ ലഭ്യമായ സൂചന. പ്രത്യേകിച്ചും അമേരിക്കൻ കടന്നുകയറ്റം നാറ്റോ രാജ്യങ്ങളിലേക്ക് വരെ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആഗോള സമ്പദ് രംഗത്ത് എന്തും സംഭവിക്കാമെന്ന മട്ടിലൊരു അസാധാരണ മുൻകരുതലെടുക്കലാണ് ഇപ്പോൾ ദൃശ്യമാകുന്ന പ്രധാന സൂചന. അതിന്റെ മാറ്റുലി നിശ്ചയമായും അമേരിക്കയുടെ കൂട്ടുകക്ഷിയായ ബ്രിട്ടനിൽ അതിവേഗം പ്രതിഫലിക്കും. അതിനാൽ ഈ വർഷം മുൻവർഷത്തേക്കാൾ അന്താരാഷ്ട്ര വിഷയങ്ങൾ ബ്രിട്ടന്റെ സാമ്പത്തിക ലോകത്തെ പിടിമുറുക്കാനുള്ള സാധ്യതയും ഏറെയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 10,000 വീടുകളുടെ കച്ചവടം ഇത്തവണ കുറയുമെന്നാണ് പൊതുവിലയിരുത്തൽ. G7 രാഷ്ട്രങ്ങളിൽ ഇപ്പോഴും ഉയർന്ന പലിശ നിരക്ക് ബ്രിട്ടനിൽ തന്നെയാണ് എന്നതും പ്രധാന സൂചകമായി മാറുകയാണ്. നേരത്തെ നാണയപ്പെരുപ്പവും തൊഴിലില്ലായ്മയും ചേർന്ന മുരടിപ്പിൽ വിപണി ഉണർവ് കിട്ടാതിരുന്നപ്പോൾ സധൈര്യം നിരക്കിളവിന് തയ്യാറാവുകയായിരുന്ന ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. എങ്കിലും ഡിസംബറിൽ നിരക്കിളവ് പ്രഖ്യാപിക്കുമ്പോൾ 9 അംഗ പാനൽ ഒരാളുടെ ഭൂരിപക്ഷത്തിനാണ് നിരക്കിളവ് പ്രഖ്യാപനം ഉണ്ടായത് എന്നതും മറക്കാനാകില്ല. ഏറ്റവും പുതിയ കണക്കുകളിൽ നാണയപ്പെരുപ്പം 3.2% നിൽക്കുന്നത് ഒരു വട്ടം കൂടി നിരക്കിളവിന് ബാങ്കിന് തയ്യാറാകാം എന്ന സൂചന നൽകുന്നുണ്ടെങ്കിലും ഡിസംബറിനും ഫെബ്രുവരിക്കും ഇടയിൽ വെറും 2 മാസത്തെ കാലയളവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് ചൂണ്ടിക്കാട്ടി ഇത്രയും വേഗതയിൽ നിരക്കിളവ് പ്രഖ്യാപിക്കണമോ എന്ന ചോദ്യവും ബാങ്കിന്റെ പലിശ നിരക്ക് നിശ്ചയിക്കാനുള്ള ബോർഡ് യോഗത്തിൽ ഉയർന്നേക്കാം. നിരക്കിളവിന് അത്ര വേഗത വേണ്ട എന്ന നിലപാട് പൊതുവെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു വട്ടം കൂടി നിലവിലെ നിരക്ക് പിടിച്ചുവെക്കാൻ തയ്യാറായാലും അത്ഭുതമില്ല. UK വിസയ്ക്ക് ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യത്തിന്റെ നിലവാരം ഉയർത്തിയ ഗവൺമെന്റ് നടപടി പ്രാബല്യത്തിലായി. പല വർക്ക് റൂട്ടുകൾക്കും ഇനി പുതുക്കിയ ഭാഷാ നിലവാരമാണ് പ്രകടിപ്പിക്കേണ്ടി വരിക. സ്കിൽഡ് വർക്കർ, സ്കെയിൽ അപ്പ് വർക്കർ, ഹൈ പൊട്ടൻഷ്യൽ ഇൻഡിവിജ്വൽ വിസ എന്നിവർക്കായി അപേക്ഷിക്കുമ്പോൾ ഉയർന്ന ഇംഗ്ലീഷ് ഭാഷാ നിലവാരമാണ് തെളിയിക്കേണ്ടത്. സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് എന്നിവയിലെ നിലവാരം B1 എന്നതിൽ നിന്നും B2ലേക്കാണ് ഉയർത്തിയത്. കോമൺ യൂറോപ്യൻ ഫ്രെയിംവർക്ക് ഓഫ് റഫറൻസ് ഫോർ ലാംഗ്വേജ് അടിസ്ഥാനമാക്കിയാണ് പുതിയ പരിധി. നിലവിൽ വിസയുള്ളവരെ ഇത് ബാധിക്കില്ല എങ്കിലും വിസ മാറ്റങ്ങൾ വരുത്താൻ സമയമായാൽ പുതിയ നിബന്ധനകൾ പാലിക്കേണ്ടി വരും. വിദേശ റിക്രൂട്ട്മെന്റ് നടത്തുന്ന എംപ്ലോയേഴ്സിന് ഭാഷാ നിയമമാറ്റം ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന് ആശങ്കയുണ്ട്. ടെസ്റ്റുകൾ നടത്താൻ ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് തന്നെ ഇതുമൂലം തടസ്സപ്പെടുമെന്നതാണ് പ്രതിസന്ധിയാകുന്നത്. സ്കിൽഡ് കുടിയേറ്റക്കാർക്ക് ശക്തമായ ഭാഷാ പ്രാവീണ്യം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് UK ഗവൺമെന്റ് നീക്കത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. B1 യോഗ്യത നേടിയ നിലവിൽ വിസയുള്ളവർക്ക് ഇത് ദീർഘിപ്പിക്കാനും സെറ്റിൽമെന്റിലും ഇതേ യോഗ്യത ഉപയോഗിക്കാം. വിസ റൂട്ട് മാറ്റാത്ത പക്ഷം ഇവരെ ഭാഷാ യോഗ്യതകൾ ബുദ്ധിമുട്ടിക്കില്ല. UK യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി നേടിയാലും ഭാഷാ പ്രാവീണ്യം തെളിയിക്കേണ്ടതായി വരും. സസെക്സും കെന്റും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ 10,000-കണക്കിന് പേർ കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. നാളെ മാത്രമേ പ്രശ്ന പരിഹാരം ഉണ്ടാകൂ എന്നാണ് റിപ്പോർട്ടുകൾ. സസെക്സിലെ ഈസ്റ്റ് ഗ്രിൻഡലിൽ 16,500 വീടുകളിൽ വെള്ളം കൃത്യമായി ലഭിക്കുന്നില്ല. കെന്റിലെ ഹോൾബോൺ, ഹെഡ്കോൺ, അൾകോം, കിങ്സ് വുഡ്, സട്ടൺ വാലൻസ് തുടങ്ങിയ സ്ഥലങ്ങളിലെ 4,500 വീടുകളും പ്രതിസന്ധിയിലാണ്. പലയിടത്തും വെള്ളം നേരിയ അളവിലാണ് ലഭിക്കുന്നത്. ജനങ്ങൾക്കുണ്ടായ പ്രതിസന്ധിയിൽ ക്ഷമ ചോദിച്ച സൗത്ത് ഈസ്റ്റ് വാട്ടർ മുൻഗണനാ പട്ടികയിലുള്ളവർക്ക് വെള്ളം എത്തിച്ചു നൽകുമെന്ന് അറിയിച്ചു. കനത്ത തണുപ്പും കാലാവസ്ഥാ പ്രശ്നങ്ങളും വിതരണ പ്രതിസന്ധിക്ക് കാരണമായി. ബോട്ടിലുകൾ വിതരണം ചെയ്യുന്ന സ്റ്റേഷനുകൾക്ക് മുന്നിൽ വാഹന തിരക്കും ഗതാഗത കുരുക്കുമാണ്. വെള്ള വിതരണം വേഗത്തിൽ പുനഃസ്ഥാപിക്കാൻ കമ്പനികളുടെ അടിയന്തര യോഗം വിളിച്ചതായി മന്ത്രി മേരി ക്രീഗ് വ്യക്തമാക്കി. അംഗീകരിക്കാനാകാത്തതെന്നാണ് മന്ത്രിയുടെ വിലയിരുത്തൽ. പ്രായമായവരും കുട്ടികളും അസുഖബാധിതരായവർക്കും എത്രയും പെട്ടെന്ന് വെള്ളം ആവശ്യമെങ്കിൽ എത്തിക്കാനുള്ള നടപടികളും നടന്നുവരികയാണ്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് 25% തീരുവ ഏർപ്പെടുത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതോടെ വ്യാപാര രംഗത്തും ഇറാനെതിരെ കടുത്ത സമ്മർദ്ദമാണ് ട്രംപ് ഉയർത്തുന്നത്. നേരത്തെ ഇറാനിൽ സൈനിക ഇടപെടൽ നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വിലക്കയറ്റത്തിനും പണപ്പെരുപ്പത്തിനുമെതിരെ ഇറാനിൽ ആരംഭിച്ച ജനകീയ പ്രക്ഷോഭം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറിയ സാഹചര്യത്തിലാണ് തീരുവ വർദ്ധിപ്പിച്ച് ഇറാനെ US സമ്മർദ്ദത്തിലാക്കിയത്. ട്രേഡ് ഇക്കണോമിക്സ് എന്ന സാമ്പത്തിക ഡേറ്റാബേസിന്റെ കണക്കനുസരിച്ച് ഇറാന്റെ പ്രധാന വ്യാപാര പങ്കാളികൾ ചൈന, തുർക്കി, UAE, ഇറാഖ് എന്നീ രാജ്യങ്ങളാണ്.
ഇറാനുമായി വ്യാപാരം നടത്തുന്ന ഏതൊരു രാജ്യവും യുഎസുമായി നടത്തുന്ന ഏതൊരു ബിസിനസിനും 25% അധിക തീരുവ നൽകേണ്ടതായി വരും. ഈ ഉത്തരവ് അന്തിമമാണ്, ഉടൻ പ്രാബല്യത്തിൽ വരുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു. അതേസമയം ഇറാനെതിരെ വ്യോമാക്രമണത്തിന് യുഎസ് തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കാരോലിൻ ലിവിറ്റ് തിങ്കളാഴ്ച ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ട്രംപിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് വഴി ഇറാനുമായി ഒരു നയതന്ത്ര നീക്കത്തിനും യുഎസ് സാധ്യത തുറന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഫെഡറൽ ഭരണകൂടം മിന്നസോട്ട സംസ്ഥാനത്തേക്ക് ആയിരക്കണക്കിന് കുടിയേറ്റ വകുപ്പ് ഏജന്റുമാരെ വിന്യസിച്ചതിനെതിരെ മിന്നസോട്ട സർക്കാർ കോടതിയെ സമീപിച്ചു. സംസ്ഥാന അറ്റോർണി ജനറൽ കിത്ത് എലിസൺ സമർപ്പിച്ച ഹർജിയിൽ ഇത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കുന്ന ഫെഡറൽ അധിനിവേശം എന്നാണ് ആരോപണം. കുടിയേറ്റ വിരുദ്ധ നടപടികൾ മൂലം സാധാരണ ജനങ്ങളുടെ ജീവിതം അസ്ഥിരമായതായും അക്രമവും ഭീതിയും പടർന്നതായും എലിസൺ പറഞ്ഞു. മിനിയാപോളിസിൽ കഴിഞ്ഞ ആഴ്ച 37 വയസ്സുള്ള റെനി ഗുഡ് എന്ന സ്ത്രീ ICE ഏജന്റിന്റെ വെടിയേറ്റു മരിച്ചതിന് പിന്നാലെ നഗരത്തിൽ വൻ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. ഏജന്റുകളെ കാറടിപ്പിക്കാനായി ഗുഡ് ശ്രമിച്ചതിനാലാണ് അവരെ വെടിവെച്ചതെന്ന് ഫെഡറൽ അധികൃതർ പറയുമ്പോൾ പ്രാദേശിക ഭരണകൂടം ഇത് അനാവശ്യ ബലപ്രയോഗമായിരുന്നു എന്ന് വാദിക്കുന്നു. സംഭവത്തിൽ FBI അന്വേഷണം ആരംഭിച്ചുവെങ്കിലും പ്രാദേശിക അധികാരികളെ അന്വേഷണത്തിൽ നിന്ന് ഒഴിവാക്കിയതായി നഗര ഭരണകൂടം ആരോപിച്ചു. ICE ഏജന്റുമാരുടെ സാന്നിധ്യം വർദ്ധിച്ചതോടെ ആളുകളെ വംശീയതയുടെ പേരിൽ ലക്ഷ്യമിടുന്നതായും 911 വിളികൾ വർദ്ധിച്ചതായും നഗര പോലീസ് അധിക സമയമെടുത്ത് ഇടപെടേണ്ടതായി വരുന്നതായും മിനിയാപോളിസ് മേയർ ജേക്കബ് ഫ്രേ പറഞ്ഞു. ആയുധധാരികളായ മുഖംമൂടി ധരിച്ച ഫെഡറൽ ഏജന്റുമാരുടെ സാന്നിധ്യം സംസ്ഥാനത്ത് ഭീതി ഉണ്ടാക്കുന്നുവെന്ന് എലിസൺ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഓപ്പറേഷൻ മെട്രോസർജ് എന്ന പേരിൽ മിന്നസോട്ടയിൽ ഏകദേശം 2000 ഏജന്റുമാരെ വിന്യസിച്ചതായാണ് ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പിന്റെ വിശദീകരണം. കുടിയേറ്റ കുറ്റകൃത്യങ്ങൾ തടയാനും ഏജന്റുമാരുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് കൂടുതൽ സേന ആവശ്യപ്പെടുന്നതെന്നാണ് വകുപ്പിന്റെ നിലപാട്. എന്നാൽ ഇത് രാഷ്ട്രീയ പീഡനമാണ് എന്നും ഡെമോക്രാറ്റുകൾ ഭരണത്തിലുള്ള സംസ്ഥാനത്തെ ലക്ഷ്യമിടുകയാണെന്നും എലിസൺ ആരോപിച്ചു. ഹർജിയെ അടിസ്ഥാനരഹിതമെന്ന് വിശേഷിപ്പിച്ച് കോടതിയിൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന് ട്രംപ് ഭരണകൂടം അറിയിച്ചു. അതേസമയം ഇലിനോയ് സംസ്ഥാനവും ഷിക്കാഗോ നഗരവും സമാനമായ രീതിയിൽ ഫെഡറൽ കുടിയേറ്റ സേനയുടെ അധിനിവേശം ചോദ്യം ചെയ്ത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അമേരിക്കയിലെ നഗരങ്ങളിൽ ഫെഡറൽ കുടിയേറ്റ നടപടികൾ എത്രമാത്രം ഭരണഘടനാപരമാണെന്ന ചർച്ചകൾക്ക് ഈ കേസുകൾ പുതിയ ചൂട് പകരുകയാണ്. സമയബന്ധിതമായി കരാർ ചർച്ചകൾ അവസാനിക്കാതിരുന്നതിനെ തുടർന്ന് ന്യൂയോർക്ക് നഗരത്തിലെ 3 പ്രധാന ആശുപത്രി ശൃംഖലകളിലെ ആയിരക്കണക്കിന് നഴ്സുമാർ പണിമുടക്കി. നഗരത്തിൽ നഴ്സുമാർ നടത്തിയ ഏറ്റവും വലിയ പണിമുടക്കുകളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു. പണിമുടക്ക് മൗണ്ട് സിനായ് ആശുപത്രി, അവരുടെ 2 അനുബന്ധ ക്യാമ്പസുകൾ, ന്യൂയോർക്ക് പ്രെസ്ബിറ്റേറിയൻ ആശുപത്രി, ബ്രോങ്സിലെ മോൺട്രിയോഫോർ മെഡിക്കൽ സെന്റർ എന്നിവയെ ബാധിച്ചു. ഏകദേശം 15,000 നഴ്സുമാരാണ് പണിമുടക്കിൽ പങ്കെടുത്തത്. ഉയർന്ന ശമ്പളം, മെച്ചപ്പെട്ട സ്റ്റാഫിംഗ്, സുരക്ഷാ വ്യവസ്ഥകളുടെ മെച്ചപ്പെടുത്തൽ എന്നിവയാണ് അവരുടെ പ്രധാന ആവശ്യങ്ങൾ. നഴ്സുമാരുടെ പഴയ കരാർ ഡിസംബർ ഒടുവിൽ അവസാനിച്ചിരുന്നു. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് ഫ്ലൂ വർദ്ധിച്ച സമയമായതിനാൽ നഴ്സുമാരുടെ പണിമുടക്ക് ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ വൈകിപ്പിക്കുകയും രോഗികളെയും ആംബുലൻസ് സേവനങ്ങളും മാറ്റിവെക്കാനും സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് കരുതുന്നത്. അതോടെ സമീപത്തെ മറ്റു ആശുപത്രികളിൽ സമ്മർദ്ദം വർദ്ധിക്കാനും ഇടയാക്കും. ന്യൂയോർക്ക് സിറ്റി മേയർ സുഹ്റാൻ മംദാനി നഴ്സുമാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനത്തിന് അവർ മാന്യമായ ശമ്പളവും ഗൗരവവും അർഹിക്കുന്നുണ്ട് എന്ന് മേയർ വ്യക്തമാക്കി. സ്റ്റാഫ് ക്ഷാമം കുറയ്ക്കുന്നതിന് ആശുപത്രികൾ താൽക്കാലിക നഴ്സുമാരെ നിയോഗിച്ചിട്ടുണ്ട്. കൂടാതെ ഗവർണർ കാദി ഹോംജുൾ സ്റ്റേറ്റ് ഓഫ് എമർജൻസി പ്രഖ്യാപിച്ചു. ദീർഘകാല പണിമുടക്ക് രോഗികളുടെ സുരക്ഷയ്ക്ക് ഭീഷണി സൃഷ്ടിക്കാമെന്നും ആയിരക്കണക്കിന് ന്യൂയോർക്ക് നിവാസികളെ ബാധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇനി പൗണ്ട് യൂറോ ഡോളർ രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 121.53 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 90.28 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 105.2 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 65.05 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചത് തമിഴ്നാട്ടിൽ 30 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ട ഭീഷണി ഉയർത്തുന്നതായി ധനമന്ത്രി തങ്കം തെന്നരസ്. ആഗോള വ്യാപാരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ തമിഴ്നാടിനെ പ്രതികൂലമായി ബാധിക്കുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്ക തീരുവ വർദ്ധിപ്പിച്ചതിനാൽ തമിഴ്നാട് വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ ചരക്കു കയറ്റുമതിയിൽ 31% അമേരിക്കയിലേക്കാണ്. അതുകൊണ്ട് തന്നെ തീരുവ വർധനയുടെ ആ പ്രത്യാഘാതം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നതും തമിഴ്നാടാണ്. ഉൽപാദന മേഖലയിലും ടെക്സ്റ്റൈൽ മേഖലയിലും തൊഴിലാളികൾക്കുണ്ടാക്കുന്ന പ്രതികൂല സാഹചര്യവും മന്ത്രി ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ വസ്ത്ര കയറ്റുമതിയിൽ 28% തമിഴ്നാട്ടിൽ നിന്നാണ്. ഈ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായാൽ 75% തൊഴിലാളികളുടെ കാര്യം അനിശ്ചിതത്വത്തിലാകും. അങ്ങനെയായാൽ 30 ലക്ഷത്തോളം പേർക്ക് ജോലി നഷ്ടമാകുമെന്നും വാർഷിക ബജറ്റിന്റെ പ്രീ കൺസൾട്ടേഷനിലെ തങ്കം തെന്നരസു വ്യക്തമാക്കി. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പ്രകാരം ഫണ്ട് വിതരണം ചെയ്തതിൽ ആയിരക്കണക്കിന് കോടിയുടെ അഴിമതി നടന്നതായി കോൺഗ്രസ്. ഇതേക്കുറിച്ച് നിഷ്പക്ഷ ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ആവശ്യമെങ്കിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 2015 മുതൽ 2022 വരെയുള്ള കാലയളവിൽ പദ്ധതിയെക്കുറിച്ചുള്ള CAG റിപ്പോർട്ടിലാണ് ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്.
PMKVY പദ്ധതിയിൽ വൻ ക്രമക്കേട് നടന്നതായി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നതായി കോൺഗ്രസ് നേതാവും വക്താവുമായ കണ്ണൻ ഗോപിനാഥൻ പത്രസമ്മേളനത്തിൽ ആരോപിച്ചു. നൈപുണ്യ വികസനമല്ല, മറിച്ച് നൈപുണ്യ കുംഭകോണമാണ് നടന്നത്. നികുതിദായകരുടെയും യുവാക്കളുടെയും പണമാണ് തട്ടിപ്പിലൂടെ വകമാറ്റി അഴിമതി നടത്തിയത്. ദേശീയ നൈപുണ്യ വികസന പദ്ധതി മോദി സർക്കാർ പേരുമാറ്റി PMKVY പദ്ധതിയാക്കി. 7 വർഷം കൊണ്ട് 10,000 കോടിയാണ് പദ്ധതിയിലൂടെ വിതരണം ചെയ്തത്. ഇതിൽ 94.53% ഗുണഭോക്താക്കളുടെയും ബാങ്ക് അക്കൗണ്ടുകൾ വ്യാജമാണ്. 96% മൊബൈൽ നമ്പറുകളും വ്യാജം. പരിശോധകരുടെ വിവരങ്ങൾ 97% വ്യാജമാണെന്നും CAG കണ്ടെത്തി. പരിശീലന പരിപാടികളിലെ 61 ലക്ഷം പരിശീലകരെ കുറിച്ചുള്ള വിവരങ്ങളും അപൂർണമാണ്. പരിശീലനം പൂർത്തിയാക്കിയ 1 കോടി പേരിൽ ഭൂരിപക്ഷത്തിന്റെയും മൊബൈൽ നമ്പറുകളും ഇമെയിൽ വിലാസങ്ങളും സമാനമാണ്. പ്ലേസ്മെന്റ് നൽകുന്നതിലും വലിയ തട്ടിപ്പ് നടന്നു. പ്ലേസ്മെന്റ് നൽകിയെന്ന് പറയുന്ന കേരളത്തിലെ ഒരു കമ്പനി അത് നൽകിയിട്ടില്ല എന്ന് വ്യക്തമായി. 9ാം ക്ലാസ്സിൽ താഴെയുള്ള വിദ്യാഭ്യാസം ആവശ്യമുള്ള 6,68,523 ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ പരിശോധിച്ചപ്പോൾ 6,77,807 പേരുടെ വിവരങ്ങൾ കാണാനില്ല. 8,90,046 ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം വിദ്യാഭ്യാസ യോഗ്യതയില്ല. പ്രാഥമിക സാങ്കേതിക വിദ്യാഭ്യാസം ആവശ്യമുള്ള മേഖലകളിലേക്ക് തിരഞ്ഞെടുത്തതായി പറയുന്ന 1,23,533 പേരിൽ 1,05,493 പേർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണുള്ളത്. പരിശീലനം കൊടുത്തതിന്റെ പേരിൽ വലിയ തുക കൈപ്പറ്റിയ സ്ഥാപനങ്ങളിൽ പലതും നിലവിൽ പ്രവർത്തിക്കാത്തവയാണ്. വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് ഇക്കാര്യം അതിശക്തമായി ഉന്നയിക്കുമെന്നും നിഷ്പക്ഷ അന്വേഷണത്തിന് സർക്കാർ തയ്യാറായില്ല എങ്കിൽ വൻ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും കണ്ണൻ ഗോപിനാഥൻ പറഞ്ഞു. ബീഹാറിൽ 6 കോൺഗ്രസ് MLA-മാർ NDA-യിലേക്ക് ചേക്കേറുമെന്ന് റിപ്പോർട്ട്. മകരസംക്രാന്തിയോടനുബന്ധിച്ച് തിങ്കളാഴ്ച പട്നയിലെ സദർഖത്ത് ആശ്രമത്തിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ദഹി ചുരാ വിരുന്നിൽ 6 കോൺഗ്രസ് MLA-മാരും പങ്കെടുത്തില്ല. തുടർന്നാണ് അഭ്യൂഹം ഉയർന്നത്. പരിപാടിയിൽ നിരവധി മുതിർന്ന നേതാക്കളും പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തുവെങ്കിലും 6 സിറ്റിംഗ് MLA-മാരിൽ ആരും പങ്കെടുത്തില്ല. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കോൺഗ്രസ് MLA-മാർ ഔദ്യോഗിക പാർട്ടി പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഇത് 2ാമത്തെ സംഭവമാണ്. കഴിഞ്ഞ ആഴ്ച തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരുമാറ്റിയ കേന്ദ്രത്തിന്റെ നീക്കത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സംസ്ഥാന കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് റാം വിളിച്ചു ചേർത്ത യോഗത്തിലും 6 MLA-മാരിൽ 3 പേർ പങ്കെടുത്തില്ല. ബീഹാർ കോൺഗ്രസ് മേധാവി രാജേഷ് റാം, മുൻ MLC പ്രേംചന്ദ്ര മിശ്ര, മുൻ സംസ്ഥാന പ്രസിഡന്റ് മദൻ മോഹൻ ഝാ എന്നിവർ വിരുന്നിൽ പങ്കെടുക്കുകയും പാർട്ടി പ്രവർത്തകരുമായി സംവദിക്കുകയും ചെയ്തു. അതേസമയം കോൺഗ്രസ് MLA-മാർ കൂറുമാറുമെന്ന റിപ്പോർട്ടുകൾ രാജേഷ് റാം തള്ളിക്കളഞ്ഞു. ഞങ്ങളുടെ എല്ലാ നിയമസഭാംഗങ്ങളും പാർട്ടിക്കൊപ്പമാണ്. രാഷ്ട്രീയ എതിരാളികൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കാനും മനോവീര്യം തകർക്കാനും കിംവദന്തികൾ പ്രചരിപ്പിക്കുകയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. മറ്റു പരിപാടികൾ ഉണ്ടായിരുന്നതിനാലായിരിക്കാം MLA-മാർ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നത്. ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് പാർട്ടി നേതൃത്വത്തിൽ ആരും അസന്തുഷ്ടരാണ് എന്ന് അർത്ഥമാക്കുന്നില്ല. ആരും തിടുക്കത്തിൽ നിഗമനങ്ങളിൽ എത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരി 14 അല്ലെങ്കിൽ 15 തീയതികളിൽ ഖർംസ് അവസാനിച്ചതിനു ശേഷം എല്ലാ കോൺഗ്രസ് MLA-മാരും NDA-യിൽ ചേരുമെന്ന് ലോക് ജനശക്തി പാർട്ടി മന്ത്രി സഞ്ജീവ് സിംഗ് അവകാശപ്പെട്ടിരുന്നു. അതേസമയം നിരവധി RJD MLA-മാർ NDA നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും BJP മന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ രാംകൃപാൽ യാദവ് അവകാശപ്പെട്ടു. ഖർമസിന് ശേഷം അവർ ഭരണസഖ്യത്തിൽ ചേരുമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അതേസമയം RJD വക്താവ് മൃത്യുഞ്ജയ് തിവാരി അവകാശവാദങ്ങൾ നിരസിച്ചു. മകരസംക്രാന്തിക്ക് മുൻപ് എല്ലാ വർഷവും ഇത്തരം പ്രസ്താവനകൾ പുറത്തു വരാറുണ്ട്. ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ദ്വിദിന സന്ദർശനത്തിനായി ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസ് ഇന്ത്യയിലെത്തിയതിനു പിന്നാലെ നടത്തിയ പ്രസ് കോൺഫറൻസിലാണ് ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളെക്കുറിച്ചും അവിടുത്തെ ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചും വിക്രം മിശ്രി പറഞ്ഞത്. നമ്മുടെ പ്രവാസികളുടെയും വിദ്യാർത്ഥികളുടെയും ഒരു സമൂഹം ഇറാനിലുണ്ട്. ഇറാനിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിക്കുകയാണ്. നിയന്ത്രണങ്ങൾക്കിടയിലും ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി എംബസിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു. ആർക്കും ഇതുവരെ പ്രതിസന്ധികളില്ല. പുറത്തിറങ്ങരുതെന്നും പ്രശ്നങ്ങളിൽ ഇടപെടരുതെന്നും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന് വിക്രം മിശ്രി വിശദീകരിച്ചു. ഡിസംബർ 28-നാണ് വിലക്കയറ്റത്തെ തുടർന്ന് ഇറാനിൽ പ്രക്ഷോഭങ്ങൾ ആരംഭിച്ചത്. പ്രക്ഷോഭങ്ങൾക്കിടെ 500-ലധികം പേർ കൊല്ലപ്പെടുകയും 10,600-ലധികം പേർ തടവിലാക്കപ്പെടുകയും ചെയ്തതായി US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസി വെളിപ്പെടുത്തുന്നു. ഇറാനെതിരെ ശക്തമായ നീക്കത്തിന് താനും US സൈന്യവും തയ്യാറെടുക്കുന്നുവെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം കൂടുതൽ ആശങ്കയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഇറാനിലെ സൈനിക നടപടി ചർച്ച ചെയ്യാൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി ട്രംപ് ഉടൻ കൂടിക്കാഴ്ച നടത്തുമെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. പ്രക്ഷോഭങ്ങൾക്കിടെ ഇറാനിൽ ഇന്റർനെറ്റ് സേവനങ്ങൾ പോലും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യാപേക്ഷയും കസ്റ്റഡി അപേക്ഷയും ഇന്ന് കോടതിയിൽ പരിഗണിച്ചു. കേസ് പരിഗണിക്കവേ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഉത്തരവായി. ജനുവരി 15 വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ തുടരും. 16-ന് രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കും.
തിരുവല്ല 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അപേക്ഷകൾ പരിഗണിച്ചത്. വിശദമായ തെളിവെടുപ്പിനായി രാഹുലിനെ ഒരാഴ്ചത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്ന് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടിയന്തരമായ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു കോടതിയിൽ കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. രാഹുലുമായി തെളിവെടുപ്പ് നടത്തണമെന്നും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. വാദം കേട്ട തിരുവല്ല 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രൊഡക്ഷൻ വാറന്റ് പുറപ്പെടുവിക്കുകയായിരുന്നു. 14 ദിവസത്തേക്കാണ് രാഹുലിനെ റിമാൻഡ് ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി ഹോട്ടലിൽ വിളിച്ചു വരുത്തി യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്നാണ് കേസ്. പീഡന പരാതി നൽകാൻ ഒരുങ്ങിയ ഘട്ടത്തിൽ രാഹുൽ അതിജീവിതയ്ക്കെതിരെ നടത്തിയ ഗുരുതര ഭീഷണി സന്ദേശങ്ങളുടെ വിവരങ്ങളും പുറത്തുവന്നു. പേടിപ്പിക്കാൻ നീയല്ല, ലോകത്ത് ഒരു മനുഷ്യനും നോക്കേണ്ട, പേടിക്കാൻ ഉദ്ദേശമില്ല, ഇനി അങ്ങോട്ട് ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും തിരിച്ചടി കൊടുക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ടെലഗ്രാമിൽ അയച്ച മറുപടി സന്ദേശങ്ങളാണ് റിപ്പോർട്ടിന് ലഭിച്ചത്. പലതും തുറന്നു പറയാൻ തന്നെയാണ് തീരുമാനം. ഞാൻ മാത്രം മോശവും ഇവർ പുണ്യാളത്തികളുമായിട്ടുള്ള പരിപാടി ഇനി നടക്കില്ല. നീ ചെയ്യാനുള്ളത് ചെയ്, ബാക്കി ഞാൻ ചെയ്തോളാം എന്നത് ഉൾപ്പെടെയാണ് ഭീഷണിപ്പെടുത്തൽ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിന് അനുമതി. ദ്വാരപാലകപ്പാളി കേസിൽ തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതിയാണ് കൊല്ലം വിജിലൻസ് കോടതി നൽകിയത്. നിലവിൽ കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് പൂജപ്പുര സെൻട്രൽ ജയിലിൽ തുടരുകയാണ് കണ്ഠരര് രാജീവര്. സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന് ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു. 14 ദിവസത്തേക്ക് പത്മകുമാറിനെ റിമാൻഡ് ചെയ്യാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടു. 3 പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി ഇന്നത്തേക്ക് മാറ്റിയിരുന്നു. എ പത്മകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യ ഹർജി പരിഗണിച്ച ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. 12-ാം പ്രതി പങ്കജ് ഭണ്ഡാരിയോട് ഇന്ന് കോടതിയെ സമീപിച്ചു. അറസ്റ്റും SITയുടെ നടപടിക്രമങ്ങളും നിയമവിരുദ്ധമാണെന്ന് കാട്ടിയാണ് സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയെ സമീപിച്ചത്. അറസ്റ്റ് ചെയ്തത് മതിയായ കാരണങ്ങൾ അറിയിക്കാതെ ആയിരുന്നുവെന്നും പങ്കജ് ഭണ്ഡാരി വാദിച്ചു. പങ്കജ് ഭണ്ഡാരിയുടെ ഹർജിയിൽ SITയോട് ഹൈക്കോടതി വിശദീകരണം തേടിയിട്ടുണ്ട്. സംഭവത്തിൽ ഒരാഴ്ചയ്ക്കകം മറുപടി നൽകാനാണ് ഹൈക്കോടതി നിർദ്ദേശം. ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് നടപടി. കേസ് അടുത്ത ബുധനാഴ്ച ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITയെ ഹൈക്കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു. ദേവസ്വം ബോർഡ് മുൻ അംഗമായ KP ശങ്കർദാസിന്റെ അറസ്റ്റ് വൈകുന്നതിലായിരുന്നു വിമർശനം. ശങ്കർദാസിന്റെ മകൻ SP ആയതിനാലാണോ അറസ്റ്റ് വൈകുന്നതെന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യഘട്ട ജാമ്യ ഹർജികൾ പരിഗണിക്കവെയായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ് പിടിച്ചെടുത്ത് UDF. LDFന്റെ സിറ്റിംഗ് വാർഡിൽ UDF സ്ഥാനാർത്ഥി KH സുധീർ ഖാൻ വിജയിച്ചു. 172 വോട്ടുകൾക്കാണ് വിജയം. ഇതോടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ UDFന് 20 സീറ്റായി. നിലവിലൊരു സ്വതന്ത്രന്റെ പിന്തുണയോടെ 51 സീറ്റുകളുമായി ഭരണം നടത്തുന്ന BJP വിഴിഞ്ഞത്ത് വിജയിച്ചാൽ സ്വന്തം നിലയിൽ കേവല ഭൂരിപക്ഷത്തിലെത്താമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. 2015-ലാണ് LDF സീറ്റ് പിടിച്ചെടുക്കുന്നത്. എന്നാൽ തലസ്ഥാനത്ത് LDFന് തിരിച്ചടി തുടരുകയാണ്. INTUC നേതാവും ഹാർബർ വാർഡിലെ മുൻ കൗൺസിലറുമായിരുന്ന വിഴിഞ്ഞത്ത് വിജയിച്ച UDF സ്ഥാനാർത്ഥി സുധീർ ഖാൻ 9 സ്ഥാനാർത്ഥികളാണ് വിഴിഞ്ഞത്ത് ജനവിധി തേടിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി അപകടത്തിൽപ്പെട്ട് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടതോടെയാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. വോട്ടെടുപ്പിന്റെ തലേ ദിവസമായിരുന്നു മരണം. 66.9% വിഴിഞ്ഞത്തെ പോളിംഗ്. 13,305 വോട്ടർമാരുള്ള വാർഡിൽ 8,912 വോട്ടുകൾ പോൾ ചെയ്തുവെന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. 4,312 പുരുഷന്മാരും 4,599 സ്ത്രീകളും ഒരു ട്രാൻസ്ജെൻഡറുമാണ് വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. വിഴിഞ്ഞത്ത് LDFന് വേണ്ടി KK ശൈലജയും KT ജലീലും UDFന് വേണ്ടി ഷാഫി പറമ്പിലും പ്രചരണത്തിനെത്തിയിരുന്നു. UP വാരിയേഴ്സ് 20 ഓവറിൽ വീർത്തു നേടിയ സ്കോർ മറികടക്കാൻ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 12 ഓവർ തന്നെ ധാരാളം. ഓപ്പണർമാരായ ഗ്രേസ് ഹാരിസും സ്മൃതി മന്ധാനയും തകർത്തടിച്ച മത്സരത്തിൽ UPക്കെതിരെ ബാംഗ്ലൂരുവിന് 9 വിക്കറ്റിന്റെ ആധികാരിക ജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത UP 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 143 റൺസ് നേടി. ഓൾറൗണ്ടർ ദീപ്തി ശർമ്മ, വിൻഡീസ് താരം ഡിയാൻഡ്ര എന്നിവരുടെ പോരാട്ടമാണ് UPക്ക് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. മറുപടി ബാറ്റിംഗിൽ 1-ാം വിക്കറ്റിൽ 137 റൺസ് അടിച്ചെടുത്ത ഗ്രേസ് സ്മൃതി സഖ്യത്തിന്റെ ബലത്തിൽ ബാംഗ്ലൂരു 12.1 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം കണ്ടു. തുടർച്ചയായ 2-ാം ജയത്തോടെ ബാംഗ്ലൂരു പോയിന്റ് പട്ടികയിൽ ഒന്നാമതായി. 144 റൺസ് ലക്ഷ്യം പിന്തുടർന്ന ബാംഗ്ലൂരുവിന് മിന്നും തുടക്കമാണ് ഗ്രേസും സ്മൃതിയും നൽകിയത്. UP ബോളർമാരെ കടന്നാക്രമിച്ച ഗ്രേസ് അനായാസം സ്കോർ ഉയർത്തിയപ്പോൾ ഒരറ്റത്ത് കരുതലോടെ കളിച്ച സ്മൃതി വിക്കറ്റ് സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധിച്ചു. UP താരം ഡിയാൻഡ്ര ഡോട്ടിനെറിഞ്ഞ 6-ാം ഓവറിൽ 3 വീതം 6ഉം 4ഉം അടക്കം 32 റൺസാണ് ഗ്രേസ് അടിച്ചെടുത്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടൻ തകർന്ന് തരിപ്പണമാകുന്നു. സാമ്പത്തികമായും സാമൂഹികമായും തകർന്നുകൊണ്ടിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു. തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിയിൽ മുങ്ങി രാജ്യം. രാജ്യത്തിന് ജീവിക്കാൻ ഭയമാകുന്നുവെന്ന് മുൻ ടോറി ചാൻസലർ നദീം സഹാബി. 14 വർഷക്കാലത്തെ കൺസർവേറ്റീവ് ഭരണവും ഇപ്പോഴത്തെ ലേബർ ഭരണവും രാജ്യത്തെ തകർത്തു എന്നും ആരോപണം. UK-യിൽ വിസ റൂട്ടുകൾ ദുരുപയോഗം ചെയ്ത് കുടിയേറ്റക്കാർ. വിസ റൂട്ടുകൾ ദുരുപയോഗം ചെയ്യുന്നത് നിയമാനുസൃതം എത്തുന്നവർക്കും വെല്ലുവിളിയാകും. ഹെൽത്ത് കെയർ വർക്കർ വിസ സ്കീമുകൾ വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതായും ആരോപണം. അന്വേഷണം വ്യാപകമാക്കി സർക്കാർ.
ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് വീണ്ടും ഒരു നിരക്കിളവ് പ്രഖ്യാപിക്കുമോ എന്ന ആകാംക്ഷയിൽ രാജ്യം. HSBC, ബാർക്ലേസ്, ഹാലിഫാക്സ് എന്നീ ബാങ്കുകൾ 3.5% നിരക്കിൽ വായ്പ നൽകി. 4 തവണ നിരക്കിളവ് നൽകിയ സാഹചര്യത്തിൽ ഈ വർഷം ആ വേഗതയിൽ പലിശ നിരക്ക് കുറയാനുള്ള സാധ്യതയില്ല. നിരക്കിളവ് പ്രഖ്യാപനം 50-50 ചാൻസ് എന്ന് സാമ്പത്തിക വിദഗ്ധർ. വീണ്ടും തീരുവ ഭീഷണിയുമായി ട്രംപ്. ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് 25% അധിക തീരുവ. വ്യാപാര രംഗത്തും ഇറാനെതിരെ കടുത്ത സമ്മർദ്ദം ഉയർത്തി ട്രംപ്. ഇറാനെ US സമ്മർദ്ദത്തിലാക്കിയത് ജനകീയ പ്രക്ഷോഭം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറിയ സാഹചര്യത്തിൽ ഇറാനെതിരെ വ്യോമാക്രമണത്തിന് US തയ്യാറെടുക്കുന്നതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിച്ച്. ട്രംപിന്റെ നേതൃത്വത്തിലുള്ള ഫെഡറൽ ഭരണകൂടത്തിനെതിരെ കോടതിയെ സമീപിച്ച് മിന്നസോട്ട സർക്കാർ. നടപടി മിന്നസോട്ട സംസ്ഥാനത്തേക്ക് ആയിരക്കണക്കിന് കുടിയേറ്റ വകുപ്പ് ഏജന്റുമാരെ വിന്യസിച്ചതിനെതിരെ. ട്രംപിന്റെ നടപടി സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കുന്ന ഫെഡറൽ അധിനിവേശമെന്ന് ആരോപണം. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പദ്ധതിയിൽ വൻ ക്രമക്കേട്. PMKVY പ്രകാരം ഫണ്ട് വിതരണം ചെയ്തതിൽ ആയിരക്കണക്കിന് കോടിയുടെ അഴിമതി നടന്നതായി കോൺഗ്രസ്. നിഷ്പക്ഷ ഉന്നതതല അന്വേഷണം നടത്തണമെന്നും ആവശ്യം ശക്തം. തട്ടിപ്പിലൂടെ വകമാറ്റി അഴിമതി നടത്തിയത് നികുതിദായകരുടെയും യുവാക്കളുടെയും പണമെന്നും കോൺഗ്രസ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ട് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി. കോടതി പരിസരത്ത് വൻ പ്രതിഷേധം. മുദ്രാവാക്യം ഉയർത്തി പാർട്ടി പ്രവർത്തകർ. ജനുവരി 15 വരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കസ്റ്റഡിയിൽ തുടരും. രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് 16. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.